ഈ വിശ്വാസത്താൽ വേർപെട്ട് നിർത്തപാതനാണല്ലോ ഭാവിയായ എന്നെ ആദിത്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തെ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടറിയണമേ. ആമേൻ. സംസ്കാര ശുശ്രൂഷകള് 4 മണിയോട് ചേർന്ന് വികാരിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കും. പ്രാർത്ഥനാപൂർവ്വം ഉച്ചയ്ക്ക് വേണ്ടി സമയം നമുക്ക് ചെലവിടാം. സത്യസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാണ്. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ നന്മ നിറഞ്ഞു പറയുമേ, എനിക്ക് സ്വസ്തി കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഫലമായി നന്മ നിറഞ്ഞു പറയുമേ, എനിക്ക് സൃഷ്ടി കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. വേണ്ടി ആഹാരം ഞങ്ങളോട് തെറ്റിയവരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളെ പ്രലോഭനത്തിന് ഉൾപ്പെടുത്തരുത്. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ പാപികളായ വെച്ച് അങ്ങയുടെ ദർശനമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സ്വർഗത്തിലെ പോലെ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ ചേർന്ന്
ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ എല്ലാ ആത്മാക്കളെയും പ്രത്യേക സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും പരിശുദ്ധ കുമാരിയുടെ രാജ്ഞിയും മനുഷ്യ മക്കളോടുകൂടി എന്നും വസിക്കുവാൻ വേണ്ടി അന്നത് വേണ്ടി ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകാരോട് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ജീവന്റെ മരണത്തിലെ നാഥനും പിതാവിനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പാവകമല്ലോ കർത്താവേ, ജീവിക്കുന്നവന ഭയം നീ നൽകണമേ മൃതനായുസ്സും. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാ പുത്രൻ റൂഹായേ
മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ കൃപയുടെ നാട്ടിൽ ചേർക്കേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെന്നും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. ജയിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ചു മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ എപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശ്വരദാനമായ വിലാസങ്ങളെ കുറിച്ച് ഷാനി കുട്ടിച്ചാട്ടിയുടെ മക്കളെല്ലാവരെയും ഓർക്കുന്നു. വളരെ പ്രത്യേകമായിട്ട് പനച്ചൽ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും അനുസ്മരിക്കുകയാണ്. കുട്ടിച്ചാട്ടിയുടെ അന്ത്യയാത്രയിലെ യാത്രാവതനം പറയുവാനായിട്ട് നമ്മളിവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. ഈ അമ്മച്ചയെ 5 വർഷക്കാലമായിട്ട് എനിക്കറിയാം. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഈ അമ്മച്ചി ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും ഏതൊരു സന്ദർശനവും
സന്തോഷമാക്കി മാറ്റുന്ന ഒരമ്മച്ചി, എപ്പോഴും ഈശോയെ കാത്തിരുന്ന അമ്മച്ചി. ഞാൻ പലപ്പോഴും ഇവിടെ കുമ്പസാരിപ്പിക്കാനും വിശുദ്ധ കുർബാന കൊടുക്കാനും വരുമ്പോൾ ഈശോയെ അത്യാർത്ഥിയോടെ കാത്തിരുന്ന് സ്വീകരിച്ച അമ്മച്ചിയാണ്. പുണ്യപ്പെട്ട ഒരു ജീവിതമായിരുന്നു. എല്ലാവരെയും തുറന്ന് സ്നേഹിക്കുകയും എല്ലാവരുടെയും സന്തോഷത്തിൽ സന്തോഷിക്കുകയും എല്ലാവരുമായിട്ട് തൻ്റെ സന്തോഷം പങ്കുവെക്കുകയും ചെയ്യാൻ കഴിവുള്ള ഒരമ്മച്ചിയായിരുന്നു. കുട്ടിച്ചേർത്തിയെ തമാശനും മണ്ടാച്ചി എന്ന് ഞാൻ വിളിക്കുമായിരുന്നു. കുടുംബക്കാരെ ചിലർ അങ്ങനെയൊക്കെ വിളിക്കുന്നത് കേട്ട് ആ വിളി കേൾക്കുമ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു. എപ്പോഴും അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും എല്ലാം ഒത്തിരി സ്നേഹിക്കുകയും തൻ്റെ ജീവിതം മുഴുവൻ ഈശോയ്ക്ക് കൊടുക്കുകയും ചെയ്ത അമ്മച്ചിയാണ്. ഇപ്പോൾ കർത്താവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുവാൻ, ദൈവത്തിൽ വിശ്വസിക്കുവാൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുമായിരുന്നുവെന്ന് പറയുമായിരുന്നു. നമുക്ക് സ്ഥലമൊരുക്കുവാൻ വേണ്ടി അമ്മച്ചി പോയിരിക്കുകയാണ്. ഇത്തരുണത്തിൽ നമ്മെ വിട്ട് സ്വർഗീയ പിതാവിൻ്റെ അടുത്തേക്ക് നമുക്ക് ഓരോരുക്കും സ്ഥലമൊരുക്കുവാൻ പോയ ഈ അമ്മ നമുക്ക് നല്ല മാതൃകയാണ് കാണിച്ചു തന്നത്. മക്കളെയെല്ലാം ഒത്തിരി സ്നേഹിച്ചു. 6 മക്കളെ ദൈവം നൽകി, 6 മക്കളെയും സ്നേഹിച്ചു. അവസാന കാലം അമ്മച്ചിയെ ശുശ്രൂഷിക്കാനുള്ള ഭാഗ്യം പാലുവിനാണ് കിട്ടിയത്. പാലു അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അമ്മച്ചിയുടെ എല്ലാ അനുഗ്രഹവും ആശീർവാദവും പാലുവിന് ഉണ്ടാവും. ജോസിയേട്ടന് ഇടയ്ക്കിടയ്ക്ക് അമ്മച്ചിയെ കൊണ്ടുപോയി വീട്ടിൽ നിർത്താറുണ്ട്. മക്കളുടെ അടുത്തൊക്കെ മാറി മാറി അമ്മച്ചി പോകുമായിരുന്നു. അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ട് ഈ അമ്മച്ചി. അമ്മച്ചിയുടെ അനുഗ്രഹം ഈ മക്കൾക്ക് അവരുടെ ജീവിതാന്ത്യം വരെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന മക്കൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകും. അവിടുത്തെ കൃപ അവരിൽ നിറഞ്ഞു നിൽക്കും. ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് തൻ്റെ ജീവിതം കർത്താവിനായിട്ട് കൊടുത്ത് ഈ അമ്മയുടെ അന്ത്യയാത്രാവേളയിൽ ഞാൻ ഇടവക കുടുംബത്തിൻ്റെ ഹൃദയം നിറഞ്ഞ അനുശോചനം പാലുവിനെയും ഷൈനെയും ജോസിയേട്ടനെയും അവരുടെ കുടുംബങ്ങളെയും എല്ലാ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇടവക കുടുംബത്തിൻ്റെ സ്നേഹവും ഇടവക കുടുംബത്തിൻ്റെ ആദരവും ഇടവക കുടുംബത്തിൻ്റെ നിങ്ങളോടുള്ള കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെ ഒത്തിരിയേറെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ഈ അമ്മ വഴിയായിട്ട് ഈ കുടുംബത്തിന് മുഴുവൻ ദൈവത്തിൻ്റെ കൃപ, ദൈവാനുഗ്രഹം ഈ ക്രിസ്മസ് നാളുകളിൽ ഉണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അമ്മ സർവശക്തനോട് ചോദിച്ചു വാങ്ങി തരട്ടെ. നമുക്ക് മുമ്പേ പോകുന്ന ഈ നല്ല അമ്മയുടെ മാതൃക നമുക്കെന്നും, കാരണം ഇന്ന് സ്നേഹിക്കാനും സ്നേഹം പങ്കുവെക്കാനും കഴിഞ്ഞ അമ്മയുടെ ആ സ്നേഹത്തിൻ്റെ മാതൃക നമുക്കെന്നും അനുകരിക്കാം. അമ്മയുടെ പ്രാർത്ഥന നമുക്ക് ഉണ്ടാവും. സ്വർഗത്തിൽ നമുക്കായി ഈ അമ്മ മധ്യസ്ഥയായിരിക്കും എന്ന വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി ഇടവക കുടുംബത്തിൻ്റെ സ്നേഹാദരവുകളോട് നന്ദിയും സ്നേഹവും ആദരവുമെല്ലാം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ തിരുക്കർമ്മ ശുശ്രൂഷ
പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂടെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്നാവത്തെ സൃഷ്ടിച്ചവനോ അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നതിനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയില്ല. പരിശുദ്ധാത്മാവിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്ത കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നിർഭനാമിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസൻ വരമെന്നരുളേണം. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. മർത്യത പുണരുന്നു, ക്ഷയമുള്ളോരം ക്ഷയരാ
മിശിഹാരാജനെഴുന്നള്ളും പരിശുദ്ധന്മാരണിയണിയ എതിരേൽപ്പിന്നു നിരന്നീടും ആനന്ദത്തിൽ മണിയറയിൽ ചിരമായി വാണിടും അവരെല്ലാം. അവയെല്ലാം നശ്വരങ്ങളാകുന്നു, ലോകവും അതിരുടെ ആശകളും നിശ്ചൂരതയിൽ താഴുന്നു. സത്യം നീതിയുടെ എന്നെന്നും ലയമില്ലാതെ വിളങ്ങിയിടും. നിലനിൽക്കുന്നു സകലേശൻ, നൽകുന്നു നിത്യായുസ്സും. എന്റെ സഹോദരരെ, ലേഖനം എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേൽക്കും എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവരോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം എഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്ന നാം കർത്താവിന്റെ ഉയർപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനൂടെ ആയിരിക്കുകയും ചെയ്യും. ആകാൻ ഈ വാക്കുകൾ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 5 വാക്യങ്ങൾ 24 മുതൽ. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് അവനോട് കരുണ തോന്നണമേ. നമുക്ക് വിശ്വാസ പ്രമാണം ചെല്ലാൻ സർവശക്തനായ പിതാവും കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുദീർഘനാവുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചഴലിൽ നെടുവീർപ്പിട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. ജീവനുയരും ഞാനാകുന്നു,
ബേസനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു. ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി. എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം അനുസരിച്ച് നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിക്കുമാറാകട്ടെ. അടുത്ത കുടുംബാംഗങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാവരും റോഡിലേക്ക് പോകുന്നു. ഞാൻ അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരനരുളീടാൻ കഴിവില്ലാത്തോരിൻ പാർപ്പിടമേ, പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നുമെന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്രയിതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പ്രാർത്ഥിപ്പതിനായി പരിപാവനമാം ദൈവിക ഭവനം പോകും നേരം സ്നേഹാദ്രതയാൽ പ്രിയ ജനമേ അനുദിനമലിവോടോർക്കണമെന്നേ. ഭൂമിയിൽ അവർ വിലപിക്കുന്നു. ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതമാർഗം പ്രാപിപ്പതിനായി. നീ എന്നും നിലനിൽക്കുന്നു. പോയി മറയും നീ ക്ഷണഭംഗുരമാ ലോകവും അതിലെ ജഡികാശകളും അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. അവനെ തേടി കണ്ടെത്തിയില്ല. ദുഷ്ടത കൊടിവാഴഴുകി നശിക്കും. ലോകമിതന്നിൽ ഭീതിയുണർത്തി. ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിരവോടാശ്ലേഷിച്ചു. നിന്റെ കരുണയെ അറിയിക്കണമേ. ശാന്തി മകളെ പൊഴിക്കൊള്ളുക നിൻ പാപത്തിനു ഞാൻ മാപ്പേകുന്നു. പാപിനിയോടായി കൽപ്പിച്ചതുപോൽ എന്നോടുമിപ്പോൾ കൽപ്പിക്കണമേ. കാഹളമോയി അവനെ പുകഴ്ത്തുവൻ. ദൂതർ വിളിക്കും കാഹളനാദം. വിധിനാളുയരും മോഹനഗാനം. അതു കേട്ടുണരും മൃതരെല്ലാരും. ത്രിത്വത്തിനായി കീർത്തനമോതും. സ്വർഗം ഭൂമിയിലിറങ്ങി ആദത്തിനും സന്തതികൾക്കും പറുദീസായിൽ പുനരധിവാസം നൽകുന്നതിനായി സ്വർഗം തന്നെ ഭൂമിയിലിറങ്ങി മഹിതാത്ഭുതമേ.
വിശുദ്ധ കണ്ടകാലത്തിൽ പ്രകാശോദിച്ചു. വിധിയുടെ ദിവസം മിശിഹാരാജൻ വിണ്ണിൽ വരുമ്പോൾ മൃതരെഴുന്നേൽക്കും. ജീവിപ്പവരോ വിസ്മയകരമായ രൂപാന്തരവും പ്രാപിച്ചിടും. നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കട്ടെ. പരിശുദ്ധന്മാരെ എതിരേൽപ്പിനുവൻ അമ്പരമധ്യേ ചേരുന്നു. സ്നേഹിതരെ ഞാൻ അവരുടെ അണിയിൽ ചേരുന്നതിനായി പ്രാർത്ഥിക്കണമേ. നിന്റെ രൂപിയായിട്ട് അവ സൃഷ്ടിക്കപ്പെടും. മിശിഹാനാഥ പാപികളെല്ലാം നിൻ കൽപ്പനയാലുത്തിതരായി ഇരുളു നിറഞ്ഞോരവരിലെങ്ങും തിരുവുത്താനം ദീപ്തി പരത്തി. ധനികരും ദരിദ്രരും മൃതിയുടെ പൊതുവാം പാതയിലല്ലോ നീങ്ങുന്നുലകിൽ മാനവരെല്ലാം. ധനികന്മാരും നിസ്വരുമൊപ്പം പ്രതിഫലമതിനായി പായും നിമിഷം. അവർ ചിലത് വിരിച്ചു പറന്നു വന്നു. ദൈവിക ദൂതൻ ധരയിലിറങ്ങി കന്യാവിഗതൻ ശാന്തിയുമരുളും തിരുസന്ദേശം മേരിക്കേകി. നീ അവർക്ക് പാനീയം കൊടുത്തു. വൈകാകത്താൽ വരയുന്നതൻ നീരുറവകളെ സ്നേഹന്മാരെ നിങ്ങളടയ്ക്കും പ്രാർത്ഥനയെന്നും നൽകണമഭയം ഞങ്ങൾക്കുലകിൽ.
നാഥനെഴുന്നള്ളും ഹൃദയവിളിക്കും ജീവനവർക്കേകും ആത്മാവിനെ നീതിമാരുടെ കാത്ത് പ്രവേശിക്കണമേ ചെയ്യണമേ മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ നിന്റെ വിശുദ്ധന്മാരും വിശ്രമങ്ങളും അവരുടെ എത്ര മനോഹരമാകുന്നു വിശുദ്ധ മാമോദീസയാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിസ്തൈലത്താൽ അഭിഷിക്തവുമായി ശരീരത്തിൽ നിന്ന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട കബറവിടം നീ പൗത്രീകരിക്കണമേ ജീവന്റെ മരണത്തിന്റെ ഈ നാഥനും പിതാന്തം പരിശുദ്ധാത്മാവുമായ സർവേശ്വര സൗഭാഗ്യമുള്ള തളിക്ക് ഞാൻ നിർമ്മലനാകും കർത്താവിന്റെ അനുഗ്രഹത്താൽ ജീവിതത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ അതിൽ എന്നെ കഴുകുക ഞാൻ മണ്ണിനേക്കാൾ വന്മയുള്ളവനാകും പരിശുദ്ധാത്മാവിനും സ്തുതിയും അതിമുതലേ കുരിശുപടിയായ നമ്മെ രക്ഷിച്ച പുത്രനും സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമിതിയുള്ള ധൂപം പോലെ ഇതിനെ പ്രസാദിപ്പിക്കട്ടെ മനുഷ്യ നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ മടങ്ങുന്ന ചെയ്ത സകലത്തിന്റെ നാഥനാ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം നിന്നെ വലതുഭാഗം നിർത്തട്ടെ നിന്നെ സ്വീകരിച്ച വിശ്വസാദാത്മിക ദൈവത്തിന്റെ ന്യായാസന സംഘത്തിൽ നിന്നെ സഹായിക്കട്ടെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യ നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ മടങ്ങുന്നുവെന്ന് ഓർത്തുകൊള്ളുക ആകാശവും ഭൂമിയും നിന്റേതാകുന്നു.
ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന ഭയം നീ നൽകണമേ മൃതനായുസ്സും. അപരാധവേദനകൾ പാടും മൃതരാമരുടെ പാപങ്ങൾ മാറ്റണമേ നിൻ കൃപയാലേ. മാമോദീസ വഴി അങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവൻ ആനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ ഹൃദയ ജീവൻ ഉദിക്കുന്നു. ആദ്യം മുതലുള്ളവയെല്ലാം തെളിവായി എന്നുടെ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവപുത്രൻ റൂഹായി മൃതരാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദ്യം മുതൽ എന്നേക്കുമാമേൻ. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹാ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളെ മർത്യ ശരീരങ്ങൾ ഉദ്ധാനം നൽകുന്നു. നാഥാ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ എന്ന് ഘോഷിക്കുവിൻ. സർവേശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാപിനിക്ക് പുറത്ത് കൊടുത്തവളെ വിശുദ്ധീകരിച്ച കർത്താവേ നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരോടുകൂടെ സ്വർഗ്ഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെ മരണത്തിലെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവരുമായ കർത്താവെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മിശിഹാ കർത്താവിൻ ദാസീവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. മിശിഹാ കർത്താവിൻ ദാസീവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. നിർമ്മല ചരിതകളാം സാറായേലീശ മർത്തയോടും കൂടെ കടശീലുക്കാലം നിതരാം കനിവാർന്നരുളത്തെ കർത്താവകിരേശൻ. മിശിഹാ കർത്താവിൻ ദാസീവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. മൃതിയോർത്തിനി നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുത്ഥാനം വരുമല്ലോ മരണമുഴക്കം താ. മിശിഹാ കർത്താവിൻ ദാസീവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. പാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ചവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും
വിശുദ്ധരോടുകൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവൻ നൽകി സ്വർഗരാജ്യമാകുന്ന ഓർസനത്തിലേക്ക് ഈ ആളെ പ്രവേശിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങൾ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാര്യം നിങ്ങൾ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കൂടെ സ്ത്രീകളും പുരുഷന്മാരും രണ്ട് സൈഡുകളിലൂടെയാണ് തന്ത്രിക്കും നമ്മുടെ ശരീരത്തിൽ ഇട്ട് അന്തിമോപചാരം അടപ്പിച്ച് സൈഡിലുള്ള ഭാഗത്തിലൂടെ പുറത്തേക്ക് പോകാവുന്നതാണ്. കുടുംബാംഗങ്ങളെല്ലാവരും അവിടെ നിൽക്കുക, കുടുംബാംഗങ്ങളല്ലാത്തവരെല്ലാവരും വന്നു നിൽക്കുന്നത്. നിന്നെ ഞാൻ എവിടെ പോകും, എവിടെ ഒളിക്കും തരം
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപരാമിശിഹാ കർത്താവേ, നീ അന്തരവേദിയിൽ അന്തിമനാളിൽ അന്ത്യവിധിക്കായി അണയും നേരം കനിവോടു ഞങ്ങളെ രക്ഷിക്കേണം. സിദ്ധന്മാരുടെ നിരയിൽ ചേർന്ന നിത്യവിരുന്നിന് നിത്യരുളേണം. ആദ്യം മുതൽ എന്നേക്കുമാമേ. നിത്യമഹോന്നത മംഗളമോടെ കുരിശുയർത്തിലുയർന്നു വരുമ്പോൾ ന്യായാധിപനാം മിശിഹാരാജൻ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോൾ അറുതി വരാത്തോരവികലമോദം പകരണമേ നീ ഞങ്ങൾക്കെല്ലാം. കാഹളമൂതി പ്രകീർത്തിക്കുവിൻ. കാഹളനാദം കേൾക്കുമ്പോൾ ഉണരുന്നു മൃതരുന്നാകെ. ബാബാപുത്രൻ റൂഹായ്ക്കും കീർത്തനഗാനം പാടുന്നു. രോഗങ്ങളവൻ സുഖമാക്കും. നാശത്തിൽ നിന്നാദാമിൻ സുതിരയുയർത്തിയ തിരുസൂനു ജീവനെനിക്കു പകർന്നു വലം ഭാഗമണച്ചു നിർത്തണമേ. സ്വർഗത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു. മർത്യഗണത്തിനു മൃത്യുവിൽ നിന്ന് നരയ വിമോചനമരുളിടാൻ തൻ പ്രിയസുതനെ നിയോഗിച്ചു. ദൈവം നിത്യസമാരാധ്യൻ. ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. പാവനമാകും കുരിശിനെ അക്ഷയമുന്നത മഹിമാവിൽ നിക്ഷേപത്തിനോട് മകളാം. അവരോട് കൈ പിടിച്ചോണ്ടിരിക്കുന്നു.
അല്ല